വളരെ നിർണായകപരമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇന്ത്യയിൽ നൽകുന്നത്. കാരണം ഒരുപാട് ആശയക്കുഴപ്പങ്ങളിലാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഉള്ളത്. അതിന് മുമ്പ് പറയട്ടെ, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും എത്രയും പെട്ടെന്ന് സമാധാനം രൂപപ്പെടട്ടെ എന്ന് പറയുന്നു. നിരപരാധികൾ കൊല്ലപ്പെടാതിരിക്കട്ടെ. ഓക്കെ, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്നോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. നാളെ കേരളത്തിലെ സ്വർണ്ണവില എന്തായേക്കും, ഈ ആഴ്ചയിൽ എന്തായിരിക്കും, ഇനി അങ്ങോട്ട് എന്തായേക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള വിലയും എന്താണെന്നുള്ളത് പറയാം. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, സെർബിയ ഇപ്പോൾ ഇടപെട്ടിട്ട്, സെർബിയ എന്ന രാഷ്ട്രത്തിൻ്റെ അതോറിറ്റീസ് കിട്ടും, അല്ലാതെ സെർബിയ സെക്കീന അല്ല. ഓക്കെ, സെർബിയ ഇടപെട്ടിട്ട് പുട്ടിനെയും ട്രംപിനും സംസാരിച്ചിട്ട് ഒരു മീറ്റിംഗ് എടുത്തിട്ട് റഷ്യ ഉക്രൈൻ ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ US ഉം UK യും പുതിയ സാങ്ഷൻസ് നടത്തിയിട്ടുണ്ട്. അവർ 200 വെസൽസ്, അതിൽ തന്നെ റഷ്യൻ എക്സ്പോർട്ട് ഓയിൽ എക്സ്പോർട്ടുള്ള സാധനങ്ങൾക്ക് വരെ. അപ്പോൾ അതൊക്കെ ഗ്ലോബൽ ലെവലിലുള്ള രീതിയിലുള്ള ഓയിലിൻ്റെ പ്രൈസ് ഉയരാനുള്ള കാരണങ്ങളൊക്കെ ആവും. അത് അൾട്ടിമേറ്റ്ലി ഗോൾഡ് പ്രൈസ് ഉയരുന്നതിനൊക്കെ കാരണമായിരിക്കും. കാരണം ഇൻഫ്ലേഷൻ, മറ്റുള്ള ഫാക്ടേഴ്സ് XYZ ഒക്കെ. പിന്നെ അതൊരു ഘടകമായി കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈൽഡ് ആണെങ്കിലും ഭയങ്കര ഉയർച്ചയിലാണുള്ളത്. ഡോളറാണെങ്കിൽ ട്രഷറി 10 ഇയർ US ട്രഷറി ഈൽഡ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിൽ നിൽക്കുകയാണ്. അതേപോലെ ഡോളറും ഭയങ്കരമായ രീതിയിൽ ഉയർച്ച നിൽക്കുക. പ്രത്യേകിച്ച് ജോബ് റിപ്പോർട്ട് വന്നതിന് ശേഷം 2,86,000 വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മളൊരു കാര്യം പറയട്ടെ, ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്. അതിന് ശരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വളരെ തുച്ഛമായ പ്രൈസായിരുന്നു ശനിയാഴ്ച കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും മാത്രം വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില വന്നിട്ട് ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത് പകുതി അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടിയത്, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും വന്നത് കൊണ്ടല്ല. അത് കാര്യം മനസ്സിലാക്കുക. ഇന്ന് ശരിക്കും മാർക്കറ്റ് രാവിലെ മുതൽ നെഗറ്റീവ് ഡിറക്ഷനിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ അല്പം എപ്പോഴോ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സഞ്ചരിച്ചു എന്ന് വെച്ച് നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 14 മാസത്തെ ഏറ്റവും വലിയ രീതിയിൽ ഈൽഡ് അത്ര ഉയർന്നിട്ട് ഒരു ഗോൾഡ് ചെറിയ പ്രഷറുണ്ട് ഇപ്പോൾ. എന്നാലും നല്ല ഈൽഡ് ഉയർന്നു കഴിഞ്ഞാൽ അത് മോണിറ്ററി പോളിസി ടൈറ്റനിങ് ചെയ്യുന്നതിനുള്ള ഒരു സിഗ്നലാണ്. അത് നോൺ ഈൽഡിങ് അസെറ്റ് ആയിട്ടുള്ള ഗോൾഡ് പോലുള്ള സാധനങ്ങളെ പ്രഷറാക്കും, സമ്മതത്തിലാക്കും എന്നുള്ളത് ഒരു ശരി തന്നെയാണ്. ഈ ആഴ്ച തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും വരാനുണ്ട്. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില എന്തായി? ഉയർത്തി. 200 രൂപ കൂട്ടിയാണ്ട് 58,520 നിന്നും 58,720 മാറി. ഓക്കെ, പക്ഷേ ഗോൾഡ് നെഗറ്റീവിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 0.65% ഡൗൺ ഉണ്ട്. 17.40 US$ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞ് കിടക്കുകയാണ്. 2,672 എത്തിയിട്ടുണ്ട് ഗോൾഡ്. അപ്പോൾ നല്ലൊരു ഇടിച്ചിലാണുള്ളത്. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ 58,720 നിന്ന് 9:30 ശേഷമുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 200 രൂപയും, ഇനി പുലർച്ചെ വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 320 രൂപയും കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരെ ശരിക്കുണ്ട്. അപ്പോൾ 200-ൻ്റെയും 320 രൂപയുടെയും ഇടയിൽ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഗോൾഡ് ഈ അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. പക്ഷേ നമ്മൾ ഇനി എന്തൊക്കെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോഫ്റ്റ് ഡേറ്റ ആണെങ്കിൽ സ്വർണ്ണവില എന്താവും? അത് താഴേക്ക് പോകും. എന്നാൽ വലിയ നമ്പറാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉള്ള പോലെ കൺസ്യൂമർ പ്രൈസിൽ ഹോട്ട് ഡേറ്റ വരികയാണെങ്കിൽ എന്തായി സംഭവിക്കും? സ്വർണ്ണവില എന്താവും? മുകളിലേക്കും പോകും. അങ്ങനെയാണ് അതിൻ്റെ അത് അപ്കമിങ് ഡേയ്സിൽ വരെ അതിൻ്റെ എഫക്റ്റുകൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു സിഗ്നലാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റേ ഗാസ സീസ്ഫയർ ടോക്സ് അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നുണ്ട് ഗാസയിൽ. അപ്പോൾ ഇത് നമുക്ക് സീസ്ഫയർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വളരെ ക്ലോസ് വെരി 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 ക്ലോസ് എന്ന് അവർ പറയുന്നുണ്ട്, എല്ലാ നിലക്കും പറയുന്നുണ്ട്. പക്ഷേ അത് ക്ലോസ് ആയിട്ടില്ല. ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സാധാരണ ട്രൂസ് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അതെന്തായാലും ദിവസങ്ങളെടുക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കാര്യത്തിൽ മനസ്സിലാക്കാം. ട്രംപ് 2ൻ്റെ മുമ്പ് ബൈഡൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെങ്കിലും അത് അതിലേക്ക് എനിക്ക് തോന്നുന്നില്ല. അത് ആകുന്നുണ്ടെന്ന് സീസ്ഫയർ റഷ്യ ഉക്രൈൻ ഇതും ഒക്കെ. അപ്പോൾ എന്തായാലും ഇനി എന്തായിരിക്കും? ഇപ്പം നെഗറ്റീവ് ഡിറക്ഷനിൽ സഞ്ചരിക്കുന്നുണ്ട്. ട്രൂസ് ട്രാക്സിൻ്റെയും മറ്റേ റഷ്യ ഉക്രൈൻ്റെ ഒക്കെ ഒരു ഇതും, പിന്നെ ഡോളറിൻ്റെ ഉയർച്ചയും ഈൽഡിൻ്റെ ഉയർച്ചയും ഒക്കെ സ്വർണ്ണവിലക്ക് പ്രഷർ നൽകിയ സ്വർണ്ണവില താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ബുധനാഴ്ച ജനുവരി 15 വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ കിട്ടുള്ളൂ. കാരണം ഗോൾഡ് അത്രമാത്രം ഉയർന്നുകൊണ്ട് ജസ്റ്റ് സ്ലൈറ്റ്നെസ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആകുകയാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്വർണ്ണവില താഴേക്ക് വരുള്ളൂ. അല്ലാത്ത പക്ഷം സ്വർണ്ണവില ഇനിയും കുതിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. 58,720 അല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നാളെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തുക കുറഞ്ഞേക്കാവുന്ന അവസ്ഥ 200 അല്ലെങ്കിൽ 320 ഇടയ്ക്ക് കുറയുന്ന ഒരവസ്ഥ
പക്ഷേ ഇന്ത്യയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡും ഡോളറും ഇങ്ങനെ ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ബുധനാഴ്ച രാത്രി തൊട്ട് സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. അത് 2700 കടപുയക്കി എറിഞ്ഞേക്കും അതിനെ എന്നാണ് പറയാനുള്ളത്. എന്തായാലും അടുത്ത അപ്ഡേറ്റുകൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.